ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വസ്ത്രം പോലും അങ്ങ് ധരിപ്പിക്കുന്നതല്ലോ. പരിപൂർണ നഗ്നരാക്കപ്പെട്ടുകൊണ്ട്, നഗ്നപാതരാക്കപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള സർവ്വകോടി മനുഷ്യ മക്കളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ശറ വൻസഭയിൽ ഹാജരാക്കപ്പെടുകയാ. ഓരോരുത്തരും അവരുടെ ജീവിതകാലത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ അളവനുസരിച്ച് വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി മറിയാൻ തുടങ്ങുകയാ. ഹബീബായി റസൂൽ പഠിപ്പിക്കുകയാ, ചിലരുടെ പാദം കാല് വരെ വിയർപ്പാട്, ചിലരുടെ തണ്ടം കാല് വരെ വിയർപ്പാട്, ചിലരുടെ മുട്ടുകാല് വരെ, ചിലരുടെ തൊട വരെ, ചിലരുടെ അരവരെ, ചിലരുടെ നെഞ്ച് വരെ. എന്നാൽ ജീവിതത്തിൽ പാപകർമ്മങ്ങളിൽ മുഴുകിക്കളഞ്ഞവരോ വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി മറിഞ്ഞുകൊണ്ട് നിൽക്കാൻ തുടങ്ങുമ്പോൾ പാദങ്കാലിന്റെ അടിയിലൂടെ ചൂടിങ്ങനെ മുകളിലേക്ക് ഇരച്ചു കയറിയിട്ട് കാൽപാദത്തിന്റെ അടിയിലുള്ള തൊലിയെല്ലാം ഉരുകി മാറിയിട്ട് മാംസം ഇങ്ങനെ ഉരുകിയൊലിക്കാൻ തുടങ്ങുമ്പോൾ, ശരീരത്തിനുള്ളിലുള്ള രക്തം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, ശരീരത്തിനുള്ളിലുള്ള മാംസം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, തലയോട്ടി വരെയും ചൂട് വന്നടിച്ചിട്ട് അടുപ്പിൽ കലത്തിന്റെ ഉള്ളിൽ ചോറ് തിളയ്ക്കുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കാൻ തുടങ്ങുന്ന മഹ്ശറ. ആ ചൂട് കൊണ്ട് തലയോട്ടി പോലും പൊട്ടി തകർന്നു പോകുമോ എന്ന് ചിന്തിച്ചു പോകുന്നതായ മഹ്ശറ. രക്ഷപ്പെടുത്താൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, കൈപിടിക്കാൻ ആരുമില്ല, സമാധാനിപ്പിക്കാൻ ആരുമില്ല. ഒരു വസ്ത്രം പോലും ധരിക്കാതെ കോടിക്കണക്കിന് മനുഷ്യൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടും നനങ്ങാൻ പോലും പറ്റാതെ അവിടെ ഇങ്ങനെ നിർത്തപ്പെടുമ്പോ എല്ലാവരും അങ്ങ് ചിന്തിച്ചു പോകും, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു പോകും, റബ്ബേ ഇതെന്തൊരു ഹിസാബാണ് അല്ലാ, ഇതെന്തൊരു വിചാരണയാണ് അല്ലാ, ഈ മഹ്ശറയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മാറ്റിത്തരുമോ റബ്ബേ, ഈ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ, ഈ വിചാരണ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ. അല്ലാഹുവിനോട് പറഞ്ഞു പോകും, നാഥാ ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് മാറ്റിത്തരുമോ അല്ലാ, ഏത് നരകത്തിലിട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പടച്ചവനെ, ഏത് നരകത്തിലിട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പടച്ചവനെ, ഈ മഹ്ശറയിൽ നിന്നൊരു മോചനം തരുമോ അല്ലാ, ഇവിടെ നിന്ന് നീ ഞങ്ങളെ ഒന്ന് മാറ്റിത്തരുമോ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ, ഇല്ല മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ. അന്നെവിടെയാണോ മനുഷ്യന് നിർത്തപ്പെട്ടിരിക്കുന്നത്, ആ നിർത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് കാലൊന്ന് മാറ്റിവെക്കാൻ പോലും പറ്റൂല, നിന്നിടത്ത് നിന്ന് കാലൊന്ന് അനക്കാൻ പോലും പറ്റൂല. എവിടെയാണോ നിർത്തപ്പെട്ടത് അവിടെ നിന്ന് നനങ്ങാൻ പോലും പറ്റൂല. ഹബീബായി റസൂൽ പറയുന്നു, ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ. നിർത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് നനങ്ങാൻ പോലും പറ്റില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 ചോദ്യങ്ങൾ പടച്ച തമ്പുരാൻ അവിടെ ചോദിക്കുമത്രേ. ആ 5 ചോദ്യങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞിട്ടല്ലാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൃപ്തികരമായ ഉത്തരം നൽകിയിട്ടല്ലാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സുതാര്യമായി കാര്യം അവതരിപ്പിച്ചിട്ടല്ലാതെ, എവിടെയാണോ നിർത്തപ്പെട്ടിരിക്കുന്നത് ആ നിന്ന സ്ഥലത്ത് നിന്ന് കാലം നനക്കാൻ പോലും പറ്റൂല എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ, 5 ചോദ്യങ്ങൾക്ക് അവിടെ മറുപടി പറയണം. ഏതൊക്കെയാണ് 5 ചോദ്യങ്ങൾ? അതിലൊന്നാമത്തെ ചോദ്യം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, അൻ ഉമരിഹി ഫീമ അഫ്നാ. ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കുന്നതാ, നിന്റെ ആയുസ് എവിടെയാ ചെലവഴിച്ചത്? 60 വർഷം ആയുസ് തന്നില്ലേ? 70 വർഷം ആയുസ് തന്നില്ലേ? 50ഉം 40ഉം 30ഉം വർഷം ആയുസ് തന്നില്ലേ? ഈ ആയുസ് നീ എവിടെ ചെലവഴിച്ചു? നന്മയുടെ മാർഗത്തിലാണോ? ഞാൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യും. അതിനും മറുപടി പറയാതെ രക്ഷപ്പെടാൻ പറ്റൂല. രണ്ടാമതല്ല ചോദിക്കുന്നതാ, വിനീതനെ കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, വഅൻ ശബാബിഹി ഫീമ അബ്ലാ, വഅൻ ശബാബിഹി ഫീമ അബ്ലാ. നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചു എന്നുള്ളതാ. നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചു എന്നുള്ളതാ. ഒന്ന് ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കോടതിയിലെ ചോദ്യമാ പൊന്നുമോനെ, നിന്റെ യുവത്വം നീ എവിടെയാ ചെലവഴിച്ചത്? എന്നെ
കേൾക്കുന്ന ചെറുപ്പക്കാരി ചിന്തിച്ചു നോക്ക്, പടച്ചവന്റെ ചോദ്യമാ. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചു എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുകയാ. കള്ളുകുപ്പികളുടെ ലഹരികൾ സിരകളിലൂടെ കടത്തിവിട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മയക്കുമരുന്നിന്റെ അടിമത്തം പേറിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഞ്ചാവിന്റെ ലഹരിയാണ് ഏറ്റവും വലുതെന്ന് കരുതിയിട്ട് ജീവിതം നശിപ്പിച്ച ചെറുപ്പക്കാരാ, കണ്ടവനായ ആൺകുട്ടികളോടും കണ്ട പെൺകുട്ടികളോടും അവിഹിതമായ പ്രേമകാമ ബന്ധങ്ങൾ വെച്ച് പുലർത്തിയിട്ട് അല്ലാഹുവിന്റെ ശാപം പിടിച്ചു വാങ്ങിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം പിടിച്ചു വാങ്ങിയ പ്രിയപ്പെട്ട യുവ സമൂഹമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചടാ, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചടാ. നാലാംകിട രാഷ്ട്രീയക്കാരന്റെ അരമനക്കുള്ളിലേക്ക് കടന്നു ചെന്ന് അരയിലേക്ക് തിരികിക്കരുന്നതായ അരക്കുപ്പി കള്ളിന് വേണ്ടിയിട്ട് ഇസ്ലാമിക വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനൊന്ന് ചിന്തിച്ചു നോക്കുവോ. അതേ ഇസ്ലാമിക വിരുദ്ധ പോസ്റ്റുകൾ ഇറക്കിയ എന്റെ ചെറുപ്പക്കാരനൊന്ന് ചിന്തിച്ചു നോക്കുവോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ പഴഞ്ചൻ കാട്ട് സംസ്കാരം എന്ന് വിളിച്ചു പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവത്വമേ, ആർക്ക് വേണ്ടിയിട്ടാ പൊന്നുമോന്, എന്തിനു വേണ്ടിയിട്ടാ പൊന്നുമോന്? നിന്റെ രാഷ്ട്രീയ മാടമ്പി തമ്പുരാക്കന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സംസ്കാരങ്ങളുടെ പിന്നാലെ പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹ് ചോദിക്കുന്നടാ, നിന്റെ യുവത്വം നീ എവിടെയാണടാ ചെലവഴിച്ചത്? നിന്റെ യുവത്വം നീ എവിടെയാണടാ ചെലവഴിച്ചത്? വിവാഹത്തിന്റെ സദസ്സുകളെ മുഴുവനും അനാചാരത്തിന്റെ പേക്കൂത്തുകളാക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചിന്തിച്ചു നോക്കടേ. കണ്ണൂരിന്റെ ജില്ലയിൽ നിന്നും എത്രയോ വിവാഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകളാ കാണാൻ കഴിഞ്ഞത്. ശവപ്പെട്ടിയിൽ കയറി വരുന്ന മുസ്ലിം ചെറുപ്പക്കാരനല്ലേ, കാളവണ്ടിയിലേറി വരുന്ന മുസ്ലിം ചെറുപ്പക്കാരനല്ലേ, ബുൾഡോസറിലേറി വരുന്ന മുസ്ലിം ചെറുപ്പക്കാരനല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വെല്ലുവിളിച്ചിട്ട്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിനെ വെല്ലുവിളിച്ചിട്ട് 21-ാം നൂറ്റാണ്ടിലെ കുത്തൊഴുക്കിൽ കാലിടറിയിട്ട് ഇസ്ലാമിക വിരുദ്ധ അഴുക്ക് ചാലുകളിൽ വീഴുന്ന പൊന്നുമക്കള്, അല്ലാഹ് നിന്നെ പിടിച്ചു നിർത്തി ചോദിക്കുകയാണടാ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം എവിടെ ചെലവഴിച്ചടാ? നിന്റെ യുവത്വം എവിടെ ചെലവഴിച്ചടാ? ഗാനമേള സദസ്സുകൾക്ക് വേണ്ടി നീ കൊടുത്തോ? പൂരപ്പറമ്പുകൾക്ക് വേണ്ടി കൊടുത്തോ? ഇസ്ലാമിക വിരുദ്ധ ഫെസ്റ്റുകൾക്കും ഫെയറുകൾക്കും വേണ്ടിയിട്ട് നീ കൊടുത്തോ? എവിടെയാ നിന്റെ യുവത്വം ചെലവഴിച്ചത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭവനങ്ങളായ പള്ളികളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ വിളിയാളന്മാരായ മുഅദ്ദിൻമാരുടെ കണ്ടനാളങ്ങളിൽ നിന്നും ഹയ്യ അലൽ സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരിക, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരിക എന്ന ആഹ്വാനം മുഴങ്ങിക്കേൾക്കുമ്പോൾ കളിക്കൂട്ടുകാരോടൊപ്പം കടത്തിണ്ണകളിലും കലുങ്ങുകളിലും പാർട്ടി ഓഫീസുകളിലും കളിക്കളങ്ങളിലും കളിതമാശ പറഞ്ഞുകൊണ്ട് കാലം കഴിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹ് ചോദിക്കുമടാ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചടാ? നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചടാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരി, സഹോദരി, അല്ലാഹു ചോദിക്കുന്നു, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം നീ എവിടെയാ ചെലവഴിച്ചത്? റീൽസ് വേണ്ടിയിട്ട് കൊടുത്തോ? ഷോർട്സിന് വേണ്ടിയിട്ട് കൊടുത്തോ? മേക്കപ്പ് ഇട്ട് മുഖവും ഫിൽറ്റർ ചെയ്തിട്ട് സിനിമാ പാട്ടുകളുടെയും ഡയലോഗുകളുടെയും അകമ്പടിയോടുകൂടി നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന മാംസളമായ മാദകത്വം തുളുമ്പുന്ന നിന്റെ ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും കൊഴുപ്പുമെല്ലാം ക്യാമറ കണ്ണുകൾ കൊണ്ടൊപ്പിയെടുത്തിട്ട് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട്, ട്വിറ്ററിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കൊടുത്തവളാണോ? അന്യനായ ആണിന്റെ കാമം കത്തുന്ന കണ്ണുകൾ കൊണ്ട് നിന്റെ ശരീരത്തെ കൊത്തിവലിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തോ പൊന്നുമോള്? എങ്കിലും ചിന്തിച്ചു നോക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം എവിടെയാ പെണ്ണെ ചെലവഴിച്ചത്? അത് ഫേസ്ബുക്കിന് വേണ്ടി 10,000
പതിനായിരക്കണക്കിന് ആളുകളുടെ ലൈക്കിന് വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ, പതിനായിരക്കണക്കിന് ആളുകളുടെ റീച്ചിന് വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ഞാനൊരു സെലിബ്രിറ്റിയായി ജീവിച്ചെന്ന് പറഞ്ഞാൽ, പർദ്ദ ധരിക്കാതെ ശരീരം മറക്കാതെ സൗന്ദര്യം മറക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കണം മക്കളേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യവാ വൻ ശബാബിഹി ഫീമാ അബ്ലാ. നിങ്ങളുടെ യുവത്വം നിങ്ങൾ എവിടെയാ ചെലവഴിച്ചത്? നിങ്ങളുടെ യുവത്വം നിങ്ങൾ എവിടെയാ ചെലവഴിച്ചത്? ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ചോദ്യം ചോദിപ്പിക്കപ്പെടുമ്പോൾ ഈ ചോദ്യത്തിന് പറയാൻ മറുപടിയില്ലാതെ നിലവിളിക്കുന്ന യുവാക്കളെ, നിലവിളിക്കുന്ന യുവതികളെ, എന്റെ യുവത്വം ഞാൻ ഹറാമിന് വേണ്ടി കൊടുത്തുപോയി റബ്ബേ, എന്റെ യുവത്വം ഞാൻ ഇസ്ലാമിക വിരുദ്ധ ചേരിക്ക് വേണ്ടി കൊടുത്തുപോയി റബ്ബേ. നിസ്കാരമില്ലാതെ, ദീനീ പ്രവർത്തനമില്ലാതെ, കാരുണ്യ പ്രവർത്തനമില്ലാതെ, പർദ്ദയില്ലാതെ അല്ലാഹുവേ എന്റെ യുവത്വം എങ്ങനെയോ ഞാൻ നശിപ്പിച്ചു പോയതാ. ഈ ഒരു അവസ്ഥയിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് പ്രകാരം ചോദ്യം നടത്തപ്പെടുകയാ, അതിന് മറുപടി പറയാതെ കാലം നനക്കാൻ പോലും പറ്റൂല. എന്നാൽ മറുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാ. എന്നെ കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, നിരാശ നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. നിരാശയോടുകൂടി ഒരു നിരീശ്വരവാദത്തിലേക്കും പോകേണ്ടതില്ല. ഇതുവരെയും കള്ളുകുടിച്ച് ജീവിച്ചവനാട്, ഇതുവരെയും പെണ്ണ് പിടിച്ച് ജീവിച്ചവനാട്, ഇതുവരെയും മയക്കുമരുന്നിലും കഞ്ചാവിലുമായി ജീവിച്ചവനാട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതുവരെയും പർദ്ദയില്ലാതെ ജീവിച്ചവളാട്, ഇതുവരെയും നിസ്കാരമില്ലാതെ ജീവിച്ചവളാട്, ഇതുവരെയും മോശത്തരത്തിലൂടെ ജീവിച്ചവളാ. എന്നാലും ഒരു നിരാശയും നിങ്ങൾക്ക് തോന്നേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കോ. ഇന്നത്തെ രാത്രി മനസ്സിന്റെ അകത്തളങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റലി മുഴക്കപ്പെടട്ടെ. ജീവിതത്തിലേക്ക് ഇസ്ലാമിക വിപ്ലവ ബോധം അടിച്ചു കയറട്ടെ. ഈമാനികമായ ആവേശം ഉയർന്നു വരട്ടെ. ഈ സദസ്സിലിരുന്ന് തീരുമാനമെടുക്കൂ റബ്ബേ, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാകാം റബ്ബേ. ഇന്നു മുതൽ ഞാൻ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരിയാകാം റബ്ബേ. ഈ സദസ്സിലിരുന്നു കൊണ്ട് നമുക്ക് മാറ്റമുണ്ടാകട്ടെ. ഈ മാറ്റത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാ, സബ്അത്തു യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. എങ്കിൽ അതേ മഹ്ശറയിൽ, അതേ കട്ടിച്ചെമ്പുവാകിയ തറയിൽ, അതേ സൂര്യന്റെ ഉഗ്രതാപമേൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 7 വിഭാഗം ആളുകളെ പ്രത്യേകം മാറ്റി നിർത്തുകയാ. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ പ്രത്യേക തണല് കൊടുത്ത് അനുഗ്രഹിക്കുകയാ. ആ 7 വിഭാഗത്തെ അല്ലാഹു അവന്റെ സിംഹാസനത്തിന്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തുകയാ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച യുവാക്കളും യുവതികളുമാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നവരാണോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും മഗ്രിബിന്റെ സമയത്ത് ബാങ്ക് വിളി കേൾക്കുമ്പോൾ സീരിയലിന്റെ മുമ്പിൽ പോയിരിക്കാതെ, റിയാലിറ്റി ഷോയുടെ മുമ്പിൽ പോയിരിക്കാതെ വുളൂ ചെയ്തു മക്കന ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന പെണ്ണാണോ? എവിടെയും ഇസ്ലാമിക് ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണെന്ന് അന്തസ്സോടുകൂടി പറയുന്നവനാണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? തൗഹീദിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തയ്യാറാണോ? സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറാണോ? ഇസ്ലാമിനോട് താല്പര്യം വെച്ച് ജീവിക്കാൻ തയ്യാറാണോ? ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്.
അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് യുവത്വം കൊടുത്തവർ ആരോ അവർക്ക് അല്ലാഹു തആല യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ അർശിന്റെ ചാരത്തള്ള ചേർത്തു നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക മഹ്ശറയിലെ രണ്ട് അവസ്ഥകൾ. മഹ്ശറയിലെ രണ്ട് അവസ്ഥകൾ. ഒന്ന് യുവത്വത്തെ പറ്റി അള്ള ചോദിക്കും, അതിനും മറുപടി പറയാതെ നിന്നിടത്തൊന്ന് അനങ്ങാൻ പോലും പറ്റൂല. ലാ തസൂലു ഖദമ ബനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം കൊടുക്കാതെ നിന്നിടത്തൊന്ന് ചലിക്കാൻ പോലും പടച്ചവൻ അനുവാദം തരില്ല. അവിടുത്തെ ഒരു ചോദ്യമാണ് വഅൻ ശബാബിഹി ഫീമ അബ്ലാ. യുവത്വം എവിടെ ചെലവഴിച്ചു? കള്ളിന് വേണ്ടി കൊടുത്തോ? കഞ്ചാവിന് വേണ്ടി കൊടുത്തോ? പൊന്നുമക്കളെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തോ? അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തോ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കൊടുത്തോ? ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തോ? നിന്റെ കഴിവുകൾ നീ എവിടെ ചെലവാക്കി പൊന്നുമോനെ? അത് ഫേസ്ബുക്കിൽ നീ പ്രദർശിപ്പിക്കാനാണോ? അത് വാട്സാപ്പിൽ പ്രദർശിപ്പിക്കാനാണോ? അത് ഇൻസ്റ്റഗ്രാമിൽ പ്രദർശിപ്പിക്കാനാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹ് നിന്നെ പിടിച്ചു നിർത്തി ചോദിക്കും, പെണ്ണേ, നിനക്ക് സൗന്ദര്യം തന്നില്ലേ? നിനക്ക് ഞാൻ നല്ല ശരീരം തന്നില്ലേ? അത് നീ ഇങ്ങനെ പർദ്ദയും ധരിച്ചിട്ട് വസ്ത്രം ധരിച്ചും ധരിക്കാതെയും പാട്ടുമിട്ട് സിനിമ ഡയലോഗുമിട്ട് ആളുകൾ നിന്നെ കണ്ടു കൊതിക്കാൻ വേണ്ടിയിട്ട് റീൽസുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തോ? എന്തിനു വേണ്ടിയിട്ടാ?